ഈ കാലഘട്ടങ്ങളിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രതിനിധിയായി അനേക സ്ഥലങ്ങളിൽ ദൈവം കരങ്ങൾ ഉപയോഗിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ, ദൈവത്തിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ തോമസ് ഫിലിപ്പ് അവറുകൾ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യേണ്ടതിന് ബഹുമാന്യ ദൈവദാസനെ ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ അതുല്യമായ ശ്രേഷ്ഠമായ നാമത്തിന് ഈ സന്ധ്യയിൽ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ ഈ കൂടിവരവിൻ്റെ പ്രത്യേകത, നമ്മുടെ ഈ സംഗമത്തിൻ്റെ പ്രത്യേകത ഇവിടെ കൂടി വന്ന ആളുകളുടെ എണ്ണത്തിൻ്റെ പെരുപ്പമല്ല. സാധാരണ സുവിശേഷ യോഗങ്ങളിലെ ഒന്നാം രാത്രിയിൽ പങ്കെടുക്കുന്ന ജനങ്ങളുടെ സംഖ്യ വെച്ച് നോക്കിയാൽ ഒരു വലിയ കൂട്ടമാണ് ഇന്ന് രാത്രി യോഗത്തിൽ കടന്നു വന്നിരിക്കുന്നത്. വളരെ ശ്രേഷ്ഠന്മാരായ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ ദാസന്മാർ ഈ യോഗത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയി ഇവിടെയുണ്ട്. വളരെ മെച്ചപ്പെട്ട നിലയിൽ ക്രമീകരണങ്ങൾ നമ്മുടെ നടുവിലുണ്ട്. വളരെ വിലപ്പെട്ട ഒരാത്മീയ ആരാധനാ സംഘം നമ്മുടെ നടുവിലുണ്ട്. എന്നാൽ ഇതിലെല്ലാം ഉപരിയായിട്ട് ഈ യോഗത്തെ അവിസ്മരണീയമാക്കുന്നത്, അർത്ഥവത്താക്കുന്നത്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ മഹത്വത്തോടുകൂടെ പ്രവർത്തിപ്പാൻ ശക്തനായി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. കറ്റാണത്തും അമ്പനാട്ടുപിള്ളയിലും UK-യിലുമൊക്കെയായി നിരന്തരമായി നൂറുകണക്കിന് മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ അനന്തരഫലമായിട്ട് നടത്തപ്പെടുന്ന ഒരു യോഗം ഒരു സാധാരണ യോഗമായി മാറുകയില്ല, അസാധാരണ യോഗമായിട്ട് മാറും. അമ്പനാട്ടുപിള്ള എന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയുള്ള ദൈവമക്കൾക്കെല്ലാം അഭിമാനകരമായ ഒരു കുടുംബമാണ്. പതിറ്റാണ്ടുകളായി ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആവോളോ അവരിൽ കഴിയാവുന്നതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി, വേദപുസ്തക സത്യങ്ങൾക്ക് വേണ്ടി നഷ്ടങ്ങളെയും അപമാനങ്ങളെയും എല്ലാം സഹിച്ചുകൊണ്ട് ആ കുടുംബം നിലനിന്നു എന്നത് തന്നെ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടുകൂടെ നാം ഓർക്കുന്നു. ആ കുടുംബത്തിലെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരിലൂടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനാ കൂട്ടമുണ്ട്. അവിടെ നടക്കുന്ന ചിൽഡ്രൻസ് ഹോമുണ്ട്. ഈ സഭയുടെ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് UK-യിൽ പ്രിയ റവറൻഡ് രഞ്ജിത്ത്, അദ്ദേഹത്തിന്റെ കൂട്ടായ്മ ഒക്കെ ഇതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രിയപ്പെട്ട കുടുംബത്തിന്റെയും സഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ വലിയ സുവിശേഷ സംഗമം ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഒരുമിച്ച് സമർപ്പിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രിയിൽ ആ ഔപചാരികതയ്ക്കപ്പുറത്തായിട്ട് ദൈവസന്നിധിയിൽ നാം ഒരുമിച്ച് ഇതിനെ സമർപ്പിച്ച് ദൈവാനുഗ്രഹത്തിനായി ദൈവത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന സന്ധിയായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. ഇന്ന് രാത്രി ഈ യോഗത്തിന് നേതൃത്വം നൽകുന്നത് ക്രിസ്തുവിന്റെ വാത്സല്യ ഇളയ സഹോദരൻ, ഞാൻ വളരെ സ്നേഹിക്കുന്ന പാസ്റ്റർ PK മാത്യു അവർകളാണ്. വന്ദനങ്ങളെ അറിയിക്കട്ടെ. കൂടാതെ ഇന്ന് രാത്രി വേദിയിൽ ആയിരിക്കുന്ന കർത്താവിൽ എന്റെ അനുഗ്രഹീതരായ സഹോദരന്മാർ ഇവിടെ ഉണ്ട്. കർത്താവിൽ പ്രസിദ്ധനായ ക്രിസ്തീയ പത്ര പ്രവർത്തകനും അനുഗ്രഹീത പ്രഭാഷകനുമായ പാസ്റ്റർ CP മോനായി, പാസ്റ്റർ M രാജു അവർകൾ, ഈ യോഗത്തിന്റെ മുഖ്യ ശില്പി എന്ന് വിളിക്കാവുന്നതായ കർത്താവിന്റെ ദാസൻ റവറൻഡ് രഞ്ജിത്ത് അമ്പനാട്ട്, എന്റെ പ്രിയ അനിയൻ പാസ്റ്റർ ടൈറ്റസ് സാമുവൽ, IPC മാവേലിക്കര സെന്ററിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ MC സാമുവൽ, സെക്രട്ടറി പാസ്റ്റർ തോമസ് ഏബ്രഹാം, മറ്റ് ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. തിരുവെഴുത്തിലെ 2 വചനങ്ങൾ വായിച്ച് ശുശ്രൂഷയ്ക്ക് ഒരു തുടക്കം കുറിക്കുവാൻ ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നു. ധന്യനായ പൗലോസ്ലീഹ ഏറ്റവും ഒടുവിൽ എഴുതിയത് എന്ന് കരുതപ്പെടുന്ന തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിലെ 8-9 തിരുവെഴുത്തുകൾ വായിച്ച് ഇന്ന് രാത്രിയിൽ ദൈവകരങ്ങളിലെ ശുശ്രൂഷയെ ഞാൻ ഏൽപ്പിക്കുവാൻ പോകുന്നു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അത് ആകുന്നു എന്റെ സുവിശേഷം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. ദൈവവചനത്തിനോ ബന്ധനമില്ല. ഇന്ന് രാത്രി എത്ര പേരുടെ ഹൃദയം തട്ടി അത് വിശ്വസിക്കുന്നുണ്ട്?
ദൈവവചനത്തിന് ബന്ധനമില്ല. ലോക ചരിത്രത്തിലെ ഏറ്റവും പീഡകന്മാരുടെ സംഘം ഒന്നു ചേർന്നാൽ അത് റോമൻ സാമ്രാജ്യമായിരിക്കും. റോമൻ സാമ്രാജ്യത്തിലെ തണുത്തുറഞ്ഞ ജയിലുകൾക്കകത്ത് കിടന്ന് മരണത്തെ കാത്തുകിടന്ന് പ്രതീക്ഷകൾ മുഴുവൻ മാനുഷികമായി നഷ്ടപ്പെട്ട ഒരു ദൈവദാസന്റെ അധരത്തിൽ നിന്ന് പുറത്തു വരുന്ന വാക്കിങ്ങനെയാണ്: ദൈവവചനം പറയുന്നവനെ വേണമെങ്കിൽ ചങ്ങലയ്ക്കകത്തിടാം, ദൈവവചനം പറയുന്നവനെ പിടിച്ചു കെട്ടാം, ദൈവവചനം പറയുന്നവനെ ചുട്ടുകരിക്കാം. പക്ഷെ അവൻ പറയുന്ന വചനത്തെ തൊട്ട് കളിക്കാൻ, ആ വചനത്തെ പിടിച്ചു നിർത്താൻ, ആ വചനത്തെ എവിടെയെങ്കിലും മടക്കി നിർത്തുവാൻ ലോകത്തിലെ ഒരൊറ്റ സാമ്രാജ്യ ശക്തിക്കും കഴിയത്തില്ല. ദൈവവചനത്തിനോ ബന്ധനമില്ല. പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, സഹസ്രാബ്ദം കഴിഞ്ഞു. റോമിലെ കൊലകൊമ്പന്മാരായിരുന്ന റോമൻ ഭരണാധികാരികളെ അന്ന് വിളിച്ചിരുന്നത് കൈസറന്മാരെന്നാണ്. ഈ ഇരിക്കുന്ന കൊച്ചുകുട്ടികളോട് കൈസർ ഏതാന്ന് ചോദിച്ചാൽ അവർക്കൊരു മറുപടി ഉണ്ട്. ഈ പിള്ളേരോട് ചോദിച്ചാൽ കൈസർ ഏതാന്ന് ചോദിച്ചാൽ അവരുടനെ എഴുന്നേറ്റ് പറയും: അങ്കിളെ, അത് ഞങ്ങളുടെ വീട്ടിൽ 4 കാലും വാലുമുള്ള ഒന്നിന്റെ പേരാന്ന്. ഏതാണ്ട് 20 നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ 4 കാലും വാലുമുള്ള ഒന്നിന്റെ പേരായിട്ട് കൈസർമാരുടെ ചരിത്രം ലോക ചരിത്രത്തിന് മുമ്പിൽ ചവറ്റുകൊട്ടയിൽ എറിയപ്പെട്ടപ്പോൾ അന്നവർ പിടിച്ചടക്കാൻ ശ്രമിച്ച ദൈവവചനം ബന്ധനമില്ലാതെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ഒന്നല്ല രണ്ടല്ല ലോകത്തിലെ ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് ബന്ധനമില്ലാത്ത വചനം പടർന്നു കയറുകയാണ്. ഇന്ന് രാത്രിയിൽ ആർക്കും പിടിച്ചടക്കാൻ കഴിയാത്ത ദൈവവചനം പരക്കുവാൻ തക്കവണ്ണം ബന്ധനമില്ലാത്ത ദൈവവചനം ഇവിടെ അഴിച്ചുവിടുവാൻ പോകുകയാണ്. ഈ വചനം ഇന്ന് രാത്രിയിൽ അഴിച്ചുവിടുമ്പോൾ എവിടെയെല്ലാം കെട്ടപ്പെട്ട് കിടക്കുന്നുവോ അവരെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയാത്ത ശക്തികളെ മുഴുവൻ ഇന്ന് രാത്രിയിൽ അഴിച്ചു മാറ്റിക്കൊണ്ട്, തുടച്ചു മാറ്റിക്കൊണ്ട് ദൈവവചനത്തിന്റെ ശക്തി ബന്ധനങ്ങളെ അഴിച്ചു പുറത്തു കൊണ്ടുവരികയാണ്. ഒരു കാലത്ത് വിശുദ്ധ വേദപുസ്തകം സാധാരണ മനുഷ്യന്റെ കയ്യിൽ എത്തിച്ചേർന്നില്ല. ഇന്ന് നമ്മുടെ വീട്ടിൽ പൊടി പിടിച്ചു കിടക്കുന്ന പുസ്തകങ്ങൾ ഉൾപ്പെടെ, തലയണക്കീഴിൽ മറന്നു വെച്ച പുസ്തകം ഉൾപ്പെടെ, ഷെൽഫിനകത്തുള്ള പുസ്തകം ഉൾപ്പെടെ 8ഉം 10ഉം പുസ്തകങ്ങൾ കയ്യിലുണ്ട്. യോഗത്തിന് വരുമ്പോൾ പോലും തുറന്നു കൊണ്ടുവരാൻ മടിയായിട്ട് ന്യൂസ് പേപ്പറിലോ ഗുഡ് ന്യൂസിലോ സുഭാഷിതത്തിലോ അത്യാവശ്യം പൊതിഞ്ഞു വരുന്നവരുമുണ്ട്. ഈ പുസ്തകം കരങ്ങളിൽ എടുക്കുമ്പോൾ, ഈ പുസ്തകം മുമ്പിൽ വെക്കുമ്പോൾ ഓർക്കണം, രക്തസാക്ഷികളുടെ രക്തം വില കൊടുത്ത് നമ്മുടെ കയ്യിലെത്തിച്ചതാണ് ഈ വിശുദ്ധ തിരുവെഴുത്ത്. 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ധകാരത്തിലൂടെ സഭ കടന്നു പോകുമ്പോൾ വചനത്തെയാണ് പിശാച് ഭയപ്പെട്ടിരുന്നത്. വചനം ജനത്തിന്റെ ഉള്ളിൽ എത്തിച്ചേർന്നാൽ മറ്റാഘോഷങ്ങളും ആർഭാടങ്ങളും കാലാകാലങ്ങളിൽ ഉയർന്നു വരുന്നതായ ആത്മീക ഒരുപാട് പുത്തൻ പ്രവണതകളും കാലത്തിന്റെ ചവിറ്റുകൊട്ടയ്ക്കുള്ളിൽ മാറുമ്പോൾ ബന്ധനമില്ലാത്ത വചനത്തിൽ നിലനിന്നത് സാത്താന് നന്നായി അറിയാം. അതുകൊണ്ട് വചനം ജനങ്ങളിൽ എത്തിക്കാതെ ഇരിക്കുവാൻ പിശാച് ശ്രമിച്ചിരുന്നു. നമ്മുടെ കാലഘട്ടങ്ങളിലും സ്വകാര്യ ചിന്തകളെ, സ്വകാര്യ അനുഭവങ്ങളെ വേദശാസ്ത്രവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ദൈവജനങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ വചനത്തിന്റെ അകത്തുനിന്ന് പുറത്തു വരാത്ത ആത്മീകതയെ മുഴുവൻ കാലം ചവറ്റുകൊട്ടയിൽ വലിച്ചെറിയും. ഈ വചനം ജനത്തിന്റെ കരങ്ങളിൽ എത്തിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന ഉണർവ് നിലനിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് വചനം ജനങ്ങളുടെ കയ്യിലെത്തിക്കാൻ പിശാചിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അന്നത്തെ ലോകത്തിൽ വളർന്നു വന്ന ഉദയസൂര്യൻ എന്നറിയപ്പെടുന്ന രാജ്യത്തിന്റെ ശക്തികൾ മുഴുവൻ വചനത്തെ പിടിച്ചടക്കാൻ ശ്രമിച്ചു. ഏത് കാലഘട്ടത്തിലും ലോകത്തിലെ സുവിശേഷ ചരിത്രത്തിന് ഈ കർത്താവിന്റെ ദാസന്മാരൊക്കെ പ്രവർത്തിക്കുന്ന ഇംഗ്ലണ്ടിന്, യുണൈറ്റഡ് കിങ്ഡത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. അന്ന് വേദപുസ്തകം ഇംഗ്ലീഷ് ഭാഷയിലേക്ക്, ലത്തീൻ സുറിയാനി ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ ദൈവം എഴുന്നേൽപ്പിച്ച 100 കണക്കിന് ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ ലോക ചരിത്രത്തിൽ ശ്രദ്ധേയനായ ഒരു ഇംഗ്ലീഷുകാരനായ മിഷണറി ഉണ്ട്, വില്യം ടിൻഡെയിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വില്യം ടിൻഡെയിൽ ലത്തീൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വേദപുസ്തകം തർജ്ജമ ചെയ്തു എന്ന ഒരൊറ്റ കാരണത്താൽ അന്നത്തെ ഭരണാധികാരി തംസ് നദിയുടെ ഇപ്പുറത്ത് ഈ ദൈവത്തിന്റെ ദാസനെ പിടിച്ചു നിർത്തി ജീവനോടെ ചുട്ടുകരിച്ചു. പക തീരാഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ 5ഓ 6ഓ എല്ലിൻ കഷണങ്ങൾ അവിടെ കരിയാതെ കിടപ്പുണ്ടായിരുന്നു. പട്ടാളക്കാരെ വിട്ട്
ഈ 5 or 6 എല്ലിൻ കഷണങ്ങൾ ഒരുമിച്ച് കൂട്ടി ഏറ്റവും ശക്തമായ പെട്രോളിയം ദ്രാവകം ഉപയോഗിച്ച് അതും ചുട്ടുകരിച്ചിട്ടാണ് അവർക്ക് സമാധാനമുണ്ടായത്. ചുട്ടുകരിച്ച് ഈ എല്ലിൻ പൊടി ചാരമെടുത്ത് ലണ്ടനിലെ തെംസ് നദിയിൽ എറിഞ്ഞ് ആഹ്ലാദത്തോടെ കൊട്ടാരത്തിലിരിക്കുമ്പോൾ നവീകരണത്തിലെ ഉദയനക്ഷത്രം എന്നറിയപ്പെടുന്ന മാർട്ടിൻ ലൂഥർ തെംസ് നദിയുടെ അങ്ങേക്കരയിൽ ജർമ്മനിയിൽ നിന്നുകൊണ്ട് ഒരു പ്രവചനം വിളിച്ചു പറഞ്ഞു. ഭരണാധികാരി, നിങ്ങൾ ചിന്തയിലിന്റെ ചാരമെടുത്ത് തെംസ് നദിയിൽ ഒഴുകി എഴുതി വെച്ചോ, 100 കൊല്ലം തികയുന്നതിന് മുമ്പേ ഈ ചാരം തെംസിലൂടെ ഒഴുകി, പസഫിക്കിലൂടെ ഒഴുകി, അറ്റ്ലാന്റിക്കിലൂടെ ഒഴുകി, ലോകത്തിൽ എവിടെയെല്ലാം കരകളുണ്ടോ നദിയുണ്ടോ അവിടെയെല്ലാം ഈ വചനം ആളി പരക്കുന്നത് നിന്റെ തലമുറ കാണാൻ പോകുകയാണ്. ചരിത്രം തെളിയിച്ചു. ഭരണാധികാരി ചവിറ്റുകൊട്ടയിൽ തള്ളപ്പെട്ടു. അവർ എരിച്ചു കളഞ്ഞ ദൈവദാസന്റെ ചാരം ഒഴുകി തെംസിലൂടെ, പസഫിക്കിലൂടെ, അറ്റ്ലാന്റിക്കിലൂടെ, ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ, ബംഗാൾ ഉൾക്കടലിലൂടെ ലോകം മുഴുവനും പടർന്നു പന്തലിച്ചു. 100 വർഷത്തെ ചരിത്രത്തിന്റെ ഇടയിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ വിശുദ്ധ വചനം എത്തിച്ചേർന്നു. വില്യം കേറി എന്ന മിഷനറി അവിടെ നിറഞ്ഞു തിരിച്ചു. 5 മാസം കൊണ്ട് കൽക്കട്ടയിലെത്തി. പോകുന്ന വഴിക്ക് ബംഗാളി പഠിച്ചു, ബംഗാളി ഭാഷയിൽ വചനം തർജ്ജമ ചെയ്തു. ലോകം മുഴുവൻ വചനം എത്തിച്ചേർന്നു. ചുട്ടുകരിച്ചാലും തകർത്ത് കരിച്ചാലും പിശാചിന്റെ ശക്തികൾ ഒരുമിച്ച് കയറി, ലൂസിഫറിന്റെ സാമ്രാജ്യം ഒരുമിച്ച് ഇന്ന് രാത്രി ജയഘോഷം ഉയർത്തിയാലും കാലം തെളിയിച്ചു. ദൈവവചനത്തിനോ ബന്ധനമില്ല. ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ അജയ്യ ശക്തി ഈ കട്ടാണത്തെ പിടിച്ചു കുലുക്കട്ടെ. ബന്ധനമില്ലാത്ത ദൈവത്തിന്റെ ശക്തി ചാരിമൂടിനെ പിടിച്ചു കുലുക്കട്ടെ. ബന്ധനമില്ലാത്ത ദൈവശക്തി ആസേത് ഹിമാചലം പരന്ന് പടർന്ന് ഈ രാജ്യത്തെ പിടിച്ചടക്കട്ടെ. നവചരിത്രമല്ല. ഒരു വാക്കൂടെ പറഞ്ഞ് വചനം ഞാൻ അവസാനിപ്പിക്കാം. ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ ധന്യനായ പൗലോസ് ശ്ലീഹ 4-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങളിൽ വന്ദനം ചൊല്ലുമ്പോൾ വന്ദനം പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്. കൈസറുടെ അരമനയിൽ ഉള്ളവർ ഫിലിപ്പിയ സഭയെ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. എന്ത് അതിനർത്ഥം? ഇപ്പൊ തകർക്കുമെന്ന് പറഞ്ഞ് പിടിച്ചകത്തിട്ട ബന്ധിതനായവന്റെ കയ്യിലിരുന്ന തിരുവെഴുത്ത്, അവന്റെ അധരത്തിലൂടെ പുറത്തു വന്ന തിരുവെഴുത്ത് റോമൻ സാമ്രാജ്യത്തിന്റെ അധിപനായ കൈസറുടെ അരമനയ്ക്കകത്ത് തൊടാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ അരമനയ്ക്കകത്ത് ഒരു സഭയുണ്ടായി. ആ സഭയിലുള്ള ആളുകൾ ഫിലിപ്പിയ സഭയെ നിങ്ങളെ വന്ദനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആര് തടഞ്ഞാലും തടഞ്ഞവരുടെ വീട്ടിനകത്ത്, തടയാൻ ശ്രമിക്കുന്നവരുടെ വീട്ടിനകത്ത് ഒരു സഭയെ പുറത്തു കൊണ്ടുവരുവാൻ തമ്പുരാന് കഴിയും. ഞങ്ങളൊക്കെ പിള്ളേരായിരുന്ന കാലത്ത് സുവിശേഷ യോഗം നടക്കുന്ന സമയത്ത് അന്ന് ജനറേറ്റർ ഇല്ല, പവർ ജനറേറ്റർ ഇല്ല. ഏതെങ്കിലും ഇലക്ട്രിസിറ്റി ബോർഡിലെ വോൾട്ടേജ് കുറഞ്ഞിടത്തുനിന്ന് കറണ്ട് എടുത്താണ് അന്ന് യോഗം നടത്തുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, 8 മണിക്ക് പ്രസംഗിക്കാൻ ആൾ എഴുന്നേൽക്കുമ്പോൾ കറണ്ട് പോയിരിക്കും. കറണ്ട് പോകുന്നത് ഇലക്ട്രിസിറ്റി കളഞ്ഞതല്ല, ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് പവർ പോയതല്ല. സുവിശേഷ യോഗത്തെ തെറ്റിദ്ധരിച്ച ഏതോ ഒരു മനുഷ്യൻ ആ ലൈനിലേക്ക് വരുന്ന ഫ്യൂസ് ആ പോസ്റ്റിന്റെ മേളിൽ കയറി ഊരിയത് കൊണ്ടാ പോയത്. ആ പ്രായത്തിൽ എനിക്ക് പലപ്പോഴും വിശുദ്ധ കോപം ജ്വലിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഫ്യൂസ് ഊരിയാലും ജനറേറ്റർ ഉള്ളത് കൊണ്ടല്ല ഇന്ന് സങ്കടമില്ല. കാരണം ഈ വർഷത്തെ കൺവെൻഷന് ഫ്യൂസ് ഊരിയവനായിരിക്കും അടുത്ത കൊല്ലത്തെ യോഗത്തിൽ കസേരയിടാൻ മുമ്പിൽ വരുന്നത്, സ്തോത്ര കാഴ്ച പാത്രവുമായിട്ട് അകത്തു വരുന്നത്. ഇന്ന് രാത്രിയിൽ ഈ വചനം ഉയർത്തിപ്പിടിച്ചു പറയട്ടെ, ഇതിനെ പരിഹസിക്കുന്നവരുണ്ട്, ഇതിനെ പുച്ഛിക്കുന്നവരുണ്ട്, ഇതിനെ നിന്ദിക്കുന്നവരുണ്ട്, ഇതിനെ ചുട്ടുകരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, ഇതിന് വില കുറച്ച് കാണുന്നവരുണ്ട്, ഈ വചനം പറയുന്നവനെ ചുട്ടുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന തിരുവചനത്തെ പിടിച്ചു കെട്ടാൻ കഴിയത്തില്ലെന്ന് മാത്രമല്ല, അത് കരിക്കാൻ ശ്രമിക്കുന്നവരുടെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ജീവൽ ശക്തി ഈ പുസ്തകത്തിനുള്ളത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് കരമുയർത്തി പറയാം, ദൈവവചനത്തിനോ ബൈബിൾ കരകളിലുള്ളവർ ഉയർത്തിപ്പിടിച്ചാട്ട്, വേദപുസ്തകം കരകളിലുള്ളവർ ഉയർത്തിപ്പിടിച്ചാട്ട് അവരൊരുമിച്ച് ഇന്ന് രാത്രി പറയണം, ദൈവവചനത്തിനോ ദൈവവചനത്തിനോ ദൈവവചനത്തിനോ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധ വചനം പിടിച്ചെഴുന്നേറ്റ് നിന്നാട്ട് നാം ഒരുമിച്ച് ഈ കൺവെൻഷനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ പോകുകയാണ്. സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ കർത്താവേ, ഉയർത്തിപ്പിടിച്ച തിരുവെഴുത്തുമായിട്ട് 100 കണക്കിന് ആളുകളായ അങ്ങയുടെ വിശുദ്ധ ജനങ്ങൾ ഈ മണ്ണിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു. ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന വചനത്തെ പിടിച്ചു
പിടിച്ചു കെട്ടാൻ ശ്രമിക്കുന്ന സകല ശക്തികളെയും തകർത്തുകൊണ്ട് നിന്റെ നാമത്തിൽ വചനം ജയമെടുക്കാൻ പോകുന്നതിനാൽ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. റോമൻ സാമ്രാജ്യത്തെ കീഴടക്കിയ, യവനായ സാമ്രാജ്യത്തെ കീഴടക്കിയ, ലോക ചരിത്രത്തെ കീഴടക്കിയ വിശുദ്ധ തിരുവെഴുത്തിന്റെ ശക്തി ഈ ദിവസങ്ങളിൽ ഇവിടെ വ്യാപരിക്കുവാൻ പോകുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമമഹത്വത്തിനായി, ആത്മാക്കളുടെ വിടുതലിനായി, ദൈവരാജ്യത്തിന്റെ വികാസത്തിനായി, നിന്റെ പുത്രന്റെ മഹത്വത്തിനായി ഇന്ന് രാത്രിയിൽ ഈ യോഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി യോഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് യോഗത്തെ ഏറ്റെടുത്തതിനാൽ കരമുയർത്തി ഒരിക്കലൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം നമുക്ക്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇരിക്കാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.